ഹലോ, എല്ലാവർക്കും ടെക്നിക്കൽ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോണിൻ്റെ ബാറ്ററിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇതിനകത്ത് കുറേയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, കുറേയൊക്കെ നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്തതായിരിക്കും, കുറേയൊക്കെ വെറും മണ്ടത്തരമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും. എനിവേ, ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഫോൺ എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ ബാറ്ററി നല്ല രീതിയിൽ ബാക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് കൂട്ടാൻ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ നല്ല രീതിയിൽ എങ്ങനെ ചാർജ് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു 10 ടിപ്സിലൂടെ നിങ്ങളുടെ മുന്നോട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം ഓരോന്നായിട്ട് നോക്കാം. ടിപ്പ് നമ്പർ 1, ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ തന്നെ യൂസ് ചെയ്യുക. നമ്മുടെ ഇത് ഫോണിൻ്റെ ഒറിജിനൽ ചാർജറുണ്ട്, നമ്മുടെ ഇതിൽ വേറൊരു ഫോണിൻ്റെ ഫാസ്റ്റ് ചാർജറുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ വേറെ ആൾക്കാർക്ക് ചിലപ്പോൾ ഫാസ്റ്റ് ചാർജറുള്ള ഫോൺ കാണും. ആ ചാർജർ നമ്മളെടുത്ത് നമ്മുടെ ഫോണിൽ കുത്താനായിട്ട് ചിലപ്പോൾ നോക്കും, ചാർജ് പെട്ടെന്ന് കയറുമല്ലോ എന്നാണല്ലോ നമ്മുടെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മുടെ ബാറ്ററിയെ കൊല്ലുകയാണ്. അത് ഉണ്ടാക്കിയേക്കുന്നത് മാക്സിമം അതിനെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ചാർജിങ് കപ്പാസിറ്റി വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഫാസ്റ്റ് എത്രത്തോളം സ്പീഡിൽ കയറണമെന്ന് ഓൾറെഡി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളത് വേറൊരു ചാർജർ, ഒരു വാട്ട് കൂടിയ ചാർജറൊക്കെ യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബാറ്ററിയെ ഡാമേജ് ചെയ്യത്തേ ഉള്ളൂ, ഒരിക്കലും അത് ബാറ്ററി ലൈഫ് കൂട്ടത്തില്ല. അതുപോലെ തന്നെ ഇതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി മുഴുവൻ കുത്തിയിടാതിരിക്കുക. രാത്രി മുഴുവൻ കുത്തിയിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഒറിജിനൽ ചാർജർ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. ബട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചാർജറൊക്കെ ആണെങ്കിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരുടെ അടുത്തൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. കാര്യം അതിന് ഒറിജിനൽ ചാർജർ തരുന്ന സേഫ്റ്റി വേറൊരു ചാർജറിനും തരത്തില്ല. അപ്പോൾ രാത്രി മുഴുവൻ കുത്തിയിടാതിരിക്കുക. ഇപ്പം ഇനി കുത്തിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ റിലേറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ല, ബാറ്ററി കുറച്ച് ചൂടാവുമായിരിക്കും. അതല്ലാതെ ബാറ്ററിയുടെ ലൈഫ് നോക്കുകയാണെങ്കിൽ ഒരിക്കലും രാത്രി കുത്തിയിടാതിരിക്കുക. ശരിക്കും 100% ആകുമ്പം ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സർക്യൂട്ട് ഉണ്ട്, അതിനകത്ത് കട്ട് ചെയ്യാനുള്ള സർക്യൂട്ട് ഉണ്ട്, ആ ചാർജിങ് കട്ട് ചെയ്യും. പക്ഷേ കുറേ നേരം കഴിയുമ്പോൾ നോർമലി അതിൻ്റെ ചാർജ് ഒരു കുറച്ച് ഇറങ്ങും, 100ൽ നിന്ന് കുറച്ച് ഇറങ്ങും, പിന്നെയും അത് ചാർജ് ആവാൻ തുടങ്ങും. അത് ബാറ്ററി സൈക്കിളിൽ കൗണ്ട് ചെയ്യും. ബാറ്ററി ഒരു സൈക്കിളാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ആ ഒരു സൈക്കിൾസിനകത്ത് കൗണ്ട് ചെയ്യുന്ന ഒരു രീതിയിൽ അത് പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം രാത്രിയിൽ കുത്തിയിടാതിരിക്കുക. പക്ഷേ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാത്രി മാത്രമേ ഉള്ളൂ ആ ഫോൺ ഒരു റെസ്റ്റ് ഉള്ളൂ. ടിപ്പ് നമ്പർ 2, എപ്പോഴും 20 അല്ലെങ്കിൽ 80%, അതായത് എപ്പോഴും 100% ചാർജ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. 80 തൊട്ട് 20%, അതായത് ചാർജ് ചെയ്യുമ്പോൾ 80% അപ്പുറത്ത് അധികം ചാർജ് ആവാതിരിക്കുക. അതുപോലെ തന്നെ ഫോൺ യൂസ് ചെയ്ത് ബാറ്ററി 20% താഴെ കൊണ്ടുവരാതിരിക്കുക. അപ്പോൾ ഈ ഒരു റേഞ്ച് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോർമലി 100% ചെയ്തിട്ട് ഫുള്ള് ഡെഡ് ആക്കുന്നേക്കാളും ബെറ്റർ ബാറ്ററി ബാക്കപ്പ് നിങ്ങളുടെ ബാറ്ററി നിങ്ങൾക്ക് തരും. അത് ഉറപ്പാണ്, ട്രസ്റ്റ് മീ, ചെയ്ത് നോക്കുക. ടിപ്പ് നമ്പർ 3, മിക്കവാറും തന്നെ നമ്മുടെ ഫോണിന് ഒരു ബാക്ക് കേസ് അല്ലെങ്കിൽ കേസുകൾ ഇട്ടിട്ടുണ്ടായിരിക്കും, ഒരു കവർ ഇട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചാർജ് ചെയ്യുമ്പം മാക്സിമം ആ കവർ ഊരി വെച്ച് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഫോൺ ചാർജ് ചെയ്യുമ്പം മിക്കവാറും തന്നെ ചൂടാവും. അപ്പോൾ ഈ കേസും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം ചൂടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതൊന്ന് കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുറച്ചുകൂടെ നല്ലതാണ് ആ ബാക്ക് കേസ് ഊരി വെച്ചിട്ട് ചാർജ് ചെയ്യുകയാണെങ്കിൽ ബെറ്ററാണ്. ഇനി ചാർജ് ചെയ്യുമ്പം ഒന്ന് നോക്ക്, ബാക്ക് കേസ് ഊരി വെച്ച് ഒന്ന് ചാർജ് ചെയ്യുന്നത് ഫോണിന് കുറച്ചുകൂടെ. ടിപ്പ് നമ്പർ 4, നമ്മൾ എവിടെ വെച്ചാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫോൺ എവിടെ വെച്ച് വേണമെങ്കിലും ചാർജ് ചെയ്യാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നമുക്ക് ചുമ്മാ കുത്തിയിട്ടൊക്കെ പോകാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മാക്സിമം ഒരുപാട് ചൂടുള്ള സ്ഥലത്തും വെക്കാതിരിക്കുക, എന്നാൽ ഒരുപാട് തണുപ്പുള്ള സ്ഥലത്തും വെക്കാതിരിക്കുക. ഇതിനിടയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് മാക്സിമം ഒരു മീഡിയം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചാർജ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ബാറ്ററിക്കും ഫോണിനും നല്ലത്. ടിപ്പ് നമ്പർ 5, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പ്, നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന ബാറ്ററി സേവ് ആപ്പ് എല്ലാം ഇപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തേക്കുക. അത് ശരിക്കും നിങ്ങളുടെ ബാറ്ററി ഒന്നുകൂടെ നശിപ്പിക്കുകയാണ് ചെയ്തത്. ശരിക്കും അത് ബാറ്ററിനെ എടുക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത് പോലും എനിക്കറിയത്തില്ല. അതിനകത്ത് എന്ത് ലോജിക്കാണുള്ള ബാറ്ററി സേവിങ് ആപ്സ്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഒരു പ്രോസസ്സ് വല്ലതും കില്ല് ചെയ്തായിരുന്നു ഉണ്ടാക്കുക. പക്ഷേ അത് കില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാറ്ററി സേവിങ് ആപ്പ്. അത് ശരിക്കും പറഞ്ഞാൽ ബാറ്ററിനെ ഒന്നുകൂടെ നമ്മൾ ചാർജ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ബാറ്ററി സേവിങ് ആപ്സ് യൂസ് ചെയ്യാതിരിക്കുക, ഇപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തു. ടിപ്പ് നമ്പർ 6, ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ്. ഇത് കുറേ പേരെങ്കിലും വിചാരിക്കുമായിരിക്കും ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണെങ്കിൽ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് അതുപോലെ ബാറ്ററി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ബാറ്ററി സേവർ മോഡ് ഓൺ ആക്കിയേക്കണം. ഇപ്പം മിക്ക ഫോണിലും തന്നെ ഇൻബിൽറ്റ് സോഫ്റ്റ്വെയറിൽ ബാറ്ററി സേവിങ് മോഡുണ്ട്, അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. ബട്ട് ഡോണ്ട് യൂസ് തേർഡ് പാർട്ടി ആപ്സ്.
ഒരിക്കലും ഉപയോഗിക്കരുത്. ചിലപ്പോൾ ബാറ്ററി സേവർ മോഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആനിമേഷനൊക്കെ അവർ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ലീവ് ഇറ്റ്. ടിപ്പ് നമ്പർ 7, ഓട്ടോ ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓഫ് ചെയ്ത് വെക്കുക. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓട്ടോ ബ്രൈറ്റ്നസ് ഓൺ ആക്കി കഴിയുമ്പോഴത്തേനും അല്ലെങ്കിൽ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, വെളിയിലെ ആ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ വെളിയിൽ ലൈറ്റ് കൂടുതലാണെങ്കിൽ ഫോണിൻ്റെ ലൈറ്റ് കൂട്ടാനായിട്ട് നോക്കും, അതായത് ഡിസ്പ്ലേയുടെ ആ ബ്രൈറ്റ്നസ് കൂട്ടാനായിട്ട് നോക്കും. വെളിയിൽ ലൈറ്റ് കുറയുമ്പോൾ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനായിട്ട് നോക്കും. അത് എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പ്രോസസ്സാണ്. അപ്പം അതിന് കുറച്ചുകൂടെ ബാറ്ററിയുടെ പവർ വേണം. അപ്പം അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഒഴിവാക്കാം, കുറച്ചുകൂടെ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോർമലി വെച്ചേക്കുക, ടേൺ ഓഫ് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്. ടിപ്പ് നമ്പർ 8, നമ്മൾ ഫോണിൽ വൈഫൈ സ്കാനിങ്, ബ്ലൂടൂത്ത് സ്കാനിങ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. ഇത് എവിടെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈഫൈയിൽ കയറുമ്പോഴത്തേനും അതിനകത്തൊരു സ്കാനിങ് ഓപ്ഷൻസ് ഉണ്ട്. സ്കാനിങ്ങിന് കുറച്ച് ഓപ്ഷൻസ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് എവിടെയെങ്കിലും, ഇപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ നമുക്ക് വൈഫൈയിൽ കറക്റ്റായിട്ട് കാണിക്കും, സ്കാനിങ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിൽ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ബ്ലൂടൂത്ത് സ്കാനിങ് അല്ലെങ്കിൽ വൈഫൈ സ്കാനിങ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ മിക്കവാറും തന്നെ ഓണാക്കി വെച്ചേക്കുമായിരിക്കും ഇൻബിൽറ്റായിട്ട്. അപ്പോൾ അത് ഓഫ് ചെയ്യുവാണെങ്കിൽ കുറേ കൂടെ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓഫ് ചെയ്യുന്നത് നല്ലതാണ്. അത് ലൊക്കേഷന് വേണ്ടി കുറച്ചുകൂടെ കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന എന്തോ പരിപാടിയാണ്. അപ്പോൾ അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. ഇത് ഓരോ ഫോണിലും ഓരോ സ്ഥലത്തായിരിക്കും കിടക്കുന്നത്. മിക്കവാറും വൈഫൈയിൽ തന്നെയാണ് കിടക്കുന്നത്. പക്ഷേ അത് കറക്റ്റായിട്ട് ഇപ്പോൾ എങ്ങനെ അതിലോട്ട് എത്താമെന്ന് നമുക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല. വൈഫൈയിൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ആ സ്കാനിങ് എന്ന് പറഞ്ഞ കാര്യത്തിൽ ബ്ലൂടൂത്ത് ആൻഡ് വൈഫൈ സ്കാനിങ് കാണാനായിട്ട് പറ്റും. സ്ക്രീനിൽ നോക്കാം. അപ്പം അത് ഓഫ് ചെയ്ത് വെക്കുക. ടിപ്പ് നമ്പർ 9, ഇത് എല്ലാവർക്കും അങ്ങനെ ഉപയോഗമുള്ളൊരു കാര്യമല്ല, പക്ഷേ എങ്കിലും ഞാൻ പറയാം. നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ പലതരത്തിലുള്ള കളേഴ്സ് വരുമ്പോഴാണ് കുറച്ചുകൂടെ കൂടുതൽ ബാറ്ററി വലിക്കുന്നത്. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുവാണെങ്കിൽ കുറച്ചുകൂടെ കുറവ് ബാറ്ററി മാത്രമേ ആവത്തുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകാൻ പറ്റുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഉപയോഗമുള്ളൊരു കാര്യമില്ല. ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾക്ക് അതുപോലെ എക്സ്ട്രീം ബാറ്ററി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു കളേഴ്സ് നമ്മൾ മാക്സിമം ഓഫ് ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് സെറ്റിങ്സിൽ എവിടെയെങ്കിലും കാണാനായിട്ട് പറ്റും. എൻ്റെ ഫോണിലാണെങ്കിൽ സെറ്റിങ്സിനകത്ത് ഡിസ്പ്ലേക്കകത്ത് ലൈവ് ഡിസ്പ്ലേക്കകത്ത് അവിടെ ഒരു ഓപ്ഷനുണ്ട്, അതായത് റീഡിംഗ് മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അപ്പോൾ അത് ഓൺ ആക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ആ ഒരു കളറൊക്കെ മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലോട്ട്, ഒരു ഗ്രേ ഷെയ്ഡിലോട്ട് കയറും. അത് ബെറ്ററാണ്. അത് ഒരു പരിധി വരെ ബാറ്ററി സേവ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എല്ലാവർക്കും ഇത് ഉപയോഗം വരത്തില്ല. അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് ഉപയോഗിക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ബാറ്ററി സേവ് ചെയ്യാനായിട്ട് പറ്റും. ടിപ്പ് നമ്പർ 10, ലാസ്റ്റ് ടിപ്പാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു വൈഫൈ ഉണ്ടെന്ന് വെച്ചു. വൈഫൈ നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്, മോഡം മേടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്. ഉറപ്പായിട്ടും നമ്മുടെ ഫോണിൽ മൊബൈൽ ഡാറ്റയും കാണും. എന്ന് വെച്ചാൽ സിമ്മ് വെച്ചിട്ടൊരു ഡാറ്റയും കാണും. പക്ഷേ നിങ്ങൾ മാക്സിമം വൈഫൈ വെച്ചിട്ട് നിങ്ങൾ ഡാറ്റ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. മൊബൈൽ ഡാറ്റ ഓൺ ആക്കുവാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ബാറ്ററി ഡ്രെയിൻ ഉണ്ടാവും. നമ്മൾ വൈഫൈയിലോട്ടാണ് സ്വിച്ച് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ കുറവ് ബാറ്ററി മതി. മൊബൈൽ ഡാറ്റേനേക്കാളും കുറവ് എപ്പോഴും വൈഫൈക്ക് മതി. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ മാക്സിമം വൈഫൈ ഉപയോഗിക്കുക. ഇതങ്ങനെ എല്ലാവർക്കും പോസിബിൾ അല്ല. വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ. ഒരു പരിധി വരെ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നതിനേക്കാളും വൈഫൈ യൂസ് ചെയ്താൽ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്ന ടോപ്പ് 10 ടിപ്സ്. ഇതിനകത്ത് ഞാൻ വിട്ടുപോയ കുറേ ടിപ്സ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കണം. അത് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടും. പറ്റുമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ അതിനുവേണ്ടി ചെയ്യാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.